നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ചിലരുടെ വീട്ടിലേക്ക് നോട്ടീസ് എത്തും എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വിശദമായിട്ട് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അർഹതയില്ലാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ സർവീസ് പെൻഷനോ അല്ലെങ്കിൽ സർവീസിൽ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് കാരണം ബോധിപ്പിക്കൽ നോട്ടീസ് അയക്കുന്നത് സർക്കാർ. അതുമാത്രമല്ല, ആഡംബര വാഹനങ്ങൾ ഉള്ള വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ പിടിക്കപ്പെടുന്നുണ്ട്. ഈ രീതിയിൽ പിടിക്കപ്പെടുന്നവർക്കാണ് പിന്നീട് കാരണം കാണിക്കൽ നോട്ടീസ് സർക്കാർ അയക്കുന്നത്. അത് മാത്രമല്ല, സാധാരണക്കാർക്ക് ആയിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ ജില്ലകളിൽ എല്ലാ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളും പഞ്ചായത്തും കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന് തദ്ദേശ സ്വയംഭര സ്ഥാപന മന്ത്രി MP രാജേഷ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാ മേഖലകളിലേക്കും അന്വേഷകരെ പറഞ്ഞുവിടുക എന്ന അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുമ്പ് ലഭിച്ചിട്ടുള്ള പരാതികൾ സത്യമാണോ നുണയാണോ എന്ന് പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ സംശയമുള്ള വീടുകൾ, വാർഡ് മെമ്പർ പറയുന്ന വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. നമ്മുടെ വാർഡ് മെമ്പറുകൾക്കോ അതോ കൗൺസിലറുകൾക്കോ നമ്മുടെ ഓരോ വീടുകളും വളരെ കൃത്യമായിട്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ സംശയമുള്ള വീടുകൾ അദ്ദേഹം തന്നെ ശുപാർശ ചെയ്യും. അത് കേന്ദ്രീകരിച്ചായിരിക്കും സർക്കാരിൻ്റെ പരിശോധന. ഭൗതിക നിലവാരം മുമ്പ് നമ്മൾ അറിയിച്ച പോലെ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അറിയിച്ച പോലെ വാഹനങ്ങളുണ്ടോ, AC ഉണ്ടോ, വീടുണ്ടോ, വീട് 1500 സ്ക്വയർ ഫീറ്റ് കൂടുതലാണോ എന്നൊക്കെയാണ് പരിശോധിക്കുന്നത്. പിന്നെ മാസവരുമാനം കൃത്യമായിട്ട് പരിശോധിക്കും. ഞാനത് ഈ വീഡിയോയിൽ പറയുന്നില്ല, കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചാനലിൽ കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് ഡിസംബർ നവംബർ മാസത്തെ 3200 രൂപ ഉടനെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.